യുപിയിൽ വീണ്ടും ബുൾഡോസർ ഇറങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ചടുല നീക്കങ്ങളാണ് ഇന്ന് യുപി കാണുന്നത്. യോഗി നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം 225 മദ്രസകൾ, 30 പള്ളികൾ, 25 മക്ബറകൾ, 6 ഈദ്ഗാഹുകൾ എന്നിവ പൊളിച്ചു നീക്കിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി എന്നാണ് ഔദ്യോഗിക വിശദീകരണം. മഹാരാജ്ഗഞ്ച്, ശ്രാവസ്തി, ബഹ്റൈച്ച്, സിദ്ധാർത്ഥ നഗർ, ബലാംപൂർ, ലഖീംപൂർ ഖേരി, പിലിഭിത്ത് തുടങ്ങി 7 അതിർത്തി ജില്ലകളിലാണ് ഈ നടപടികൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ശ്രാവസ്തിയിൽ മാത്രം 104 മദ്രസകളും 1 പള്ളിയും 5 മക്ബറയും 2 ഈദ്ഗാഹുകളും പൊളിച്ചുമാറ്റി. അതിർത്തി പ്രദേശങ്ങളിൽ അനധികൃത നിർമ്മാണങ്ങൾ അനുവദിക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഭൂനിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ഈ പ്രദേശങ്ങളിലെ സുരക്ഷാ അപകട സാധ്യതകൾ തടയുന്നതിനുമുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് പൊളിക്കൽ നടപടികളെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. അതിർത്തിയിൽ 10 മുതൽ 15 കിലോമീറ്റർ വ്യാപ്തിയിൽ സമാനമായ പരിശോധനകൾ തുടരുമെന്നും അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ സീറോ ടോളറൻസ് നയം തുടരുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തിയിൽ സംശയമുള്ളവർ പാകിസ്ഥാനോട് ചോദിച്ചാൽ മതിയെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത്. ലക്നൌവിൽ നടന്ന ബ്രഹ്മോസ് എയ്റോസ്പേസ് ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റിയുടെ വിക്ഷേപണ വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ബ്രഹ്മോസിന്റെ ശക്തി എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അറിയാത്തവർ പാകിസ്ഥാനിലെ ജനങ്ങളോട് ചോദിക്കൂ എന്നാണ് യുപി മുഖ്യമന്ത്രി പറഞ്ഞത്. ഭീകരപ്രവർത്തനത്തെ യുദ്ധപ്രവർത്തനമായി കണക്കാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. തീവ്രവാദത്തിന് സ്നേഹത്തിന്റെ ഭാഷ മനസ്സിലാകില്ല, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ഉത്തരം നൽകണം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ അത് ലോകത്തിന് കൃത്യമായി കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്രവാദം നായയുടെ വാൽ പോലെയാണ്, എത്ര ശ്രമിച്ചാലും അത് നേരെയാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭീകരവാദം പൂർണ്ണമായി തകർക്കണം, അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഇതിനായി പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ നാം ഒറ്റക്കെട്ടായി പോരാടേണ്ടതുണ്ടെന്നും യോഗി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ സായുധ സേനയെയും പ്രധാനമന്ത്രി മോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെയും അദ്ദേഹം അഭിനന്ദിച്ചു.